നമുക്കറിയാം ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ടാണ് ആചരിക്കുന്നത്. പിങ്ക് മന്തായിട്ടാണ് ഒക്ടോബറിനെ നമ്മൾ കരുതുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളും മാറ്റാനായി നമ്മൾ ഈ മാസം ഉപയോഗിക്കണം. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യമാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. മാമോഗ്രാം എന്താണ്? മാമോഗ്രാം വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? എങ്ങനെയാണ് അത് എടുക്കുന്നത്? അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു കാര്യമാണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് മാമോഗ്രാമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് GG ഹോസ്പിറ്റൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ വിജയകുമാരി, കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ് GG ഹോസ്പിറ്റൽ. അപ്പോൾ ഡോക്ടർ, നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ മാമോഗ്രാം? മാമോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റിന് എടുക്കുന്ന എക്സ്റേ ആണ്. നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഘടന, അതിലെന്തെങ്കിലും മുഴകളുണ്ടോ, കക്ഷത്തെന്തെങ്കിലും ലിംഫ് നോഡ്സ് ഉണ്ടോ, കഴലകളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിന് എടുക്കുന്ന എക്സ്റേ ആണ് മാമോഗ്രാം. അപ്പം നമുക്ക് ബ്രസ്റ്റിൻ്റെ ഇപ്പോൾ ഒരു മാമോഗ്രാം നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു മാമോഗ്രാം ഇതുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു എക്സ്റേ ഫിലിം പോലെ തന്നെയാണ് ഈ മാമോഗ്രാം ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു വലിയ പ്രൊസീജിയറും അങ്ങനെ കുറേ സമയം എടുക്കുന്ന പ്രൊസീജിയർ, അങ്ങനത്തെ ഒരു പ്രൊസീജിയർ അല്ല മാമോഗ്രാം എന്ന് പറയുന്നത്. ഒരു എക്സ്റേ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്രസ്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിനെ പറ്റിയൊന്ന് കൂടുതലൊന്ന് പറഞ്ഞു തരാമോ? മാമോഗ്രാം എടുക്കുമ്പോൾ നമ്മൾ രണ്ട് ബ്രസ്റ്റിനും ഈ രണ്ട് ഫിലിംസ് വീതമാണ് എടുക്കുന്നത്. അത് ടെക്നിക്കലി ഇവിടെ നമ്മുടെ ടെക്നീഷ്യൻ ആദ്യം ബ്രസ്റ്റിന് രണ്ട് പ്ലേറ്റിനിടയ്ക്ക് കംപ്രസ് ചെയ്തിട്ട് അതിലൂടെ എക്സ്റേ കടത്തി വിടുമ്പോൾ കിട്ടുന്ന ഇമേജാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ മാമോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രസ്റ്റിൻ്റെ ഘടന, അതിൽ എത്രത്തോളം ഫാറ്റ് ഉണ്ട്, എത്രത്തോളം ഗ്ലാൻഡ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഇപ്പം ചിലർക്ക് പ്രിഡോമിനൻ്റ്ലി ഫാറ്റി ബ്രസ്റ്റ് ആയിരിക്കും, അവർക്ക് മാമോഗ്രാം നല്ല സെൻസിറ്റീവാണ്, നമുക്ക് ചെറിയ മുഴകളുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ചിലർക്ക് ഗ്ലാൻഡുലർ ബ്രസ്റ്റ്, അതായത് നല്ല കട്ടിയുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ മാമോഗ്രാം ലെസ് സെൻസിറ്റീവാണ്. നമുക്ക് അപ്പോൾ നമുക്ക് അൾട്രാസൗണ്ടും കൂടി ചെയ്യേണ്ടി വരും. ഇതിൻ്റെ കൂടെ ഫെയർലി സെൻസിറ്റീവാണ് മുഴകൾ കണ്ടുപിടിക്കുന്നതിൽ മാമോഗ്രാം. മുഴകൾ ഇതിൽ വെളുത്താണ് കാണുന്നത്. അപ്പോൾ അൾട്രാസൗണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ ഫെയർലി സെൻസിറ്റീവാണ് സാധിക്കും. അപ്പോൾ തന്നെ ഇപ്പം നമ്മൾ യങ്ങർ പേഷ്യൻസ് ഒക്കെയാണ് OP വരുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും മാമോഗ്രാം വേണ്ട, ഡെൻസ് ബ്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് മതി, അതിൽ മുഴ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഫെയർലി ഇനഫ് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ മാമോഗ്രാം വഴി നമ്മളിപ്പം പല ആൾക്കാരും നമ്മൾ OP വന്ന് പറയും, അതായത് മാമോഗ്രാം റിപ്പോർട്ടിൻ്റെ അവസാനം നമ്മളൊരു ബൈറാഡ്സ് എന്ന് പറഞ്ഞൊരു സ്കോറിങ് കൊടുക്കും. ബൈറാഡ്സ് 1 ഉണ്ട്, അങ്ങനെ ബൈറാഡ്സ് 5 ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ബൈറാഡ് സ്കോറിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പല ആൾക്കാരും ഡോക്ടറെ ബൈറാഡ്സ് 3 എന്ന് എഴുതിയിരിക്കുന്നു, അപ്പോൾ എനിക്ക് 3rd സ്റ്റേജിലുള്ള ക്യാൻസർ ആണോ ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസറിലെ മാമോഗ്രാമിൻ്റെ ഒരു സ്കോറിങ് സിസ്റ്റമാണ് ബൈറാഡ്സ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ മുഴ ഏത് തരത്തിലുള്ള മുഴയാണ്, ഇപ്പം എല്ലാ മുഴയും ബ്രസ്റ്റ് ക്യാൻസർ അല്ല, അതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഈ ക്യാൻസർ അല്ല, ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്, സിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. സിസ്റ്റ് കാണുമ്പോഴേ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും ഏത് തരത്തിലുള്ള മുഴയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ബൈറാഡ് സ്കോറിംഗ് സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും സ്റ്റേജുമായി യാതൊരു ബന്ധവുമില്ല. സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറുടെ വ്യാപ്തി, എവിടെയൊക്കെ ക്യാൻസർ ഉണ്ടെന്ന് നോക്കുന്നതാണ് സ്റ്റേജ്. അതിനുവേണ്ടി നമുക്ക് CT സ്കാൻ അല്ലെ PET സ്കാൻ, ബോൺ സ്കാൻ ഒക്കെ ഉപയോഗിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ മുഴ ഏത് തരത്തിലുള്ളതാണ്, ക്യാൻസർ ആണോ, ക്യാൻസർ അല്ലേ, അതിന് ഏത് തരത്തിൽ ഫോളോ അപ്പ് വേണം, ഇത് മനസ്സിലാക്കാനാണ് ഈ ബൈറാഡ്സ്, അതായത് ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു അബ്രീവിയേഷൻ യൂസ് ചെയ്യുന്നത്. അതിലെ നമ്പറും ബ്രസ്റ്റ് ക്യാൻസറുടെ സ്റ്റേജുമായി ബന്ധമില്ല. പക്ഷെ അത് എന്താണ്, ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കാര്യം ഒന്ന് വിശദീകരിക്കാമോ? ഡോക്ടർ പറഞ്ഞ പോലെ ബൈറാഡ് സിസ്റ്റം അത് നമുക്കൊരു ബ്രസ്റ്റിലൊരു മുഴ, അതിനെ ക്യാരക്ടറൈസ് ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് 1 to 5 ഉണ്ട്. അതിൽ 1 and 2 എന്ന് പറയുന്നത് പ്യുവർലി ബിനൈൻ ലീഷൻസ് ആണ്, അതായത് ഒന്നും ക്യാൻസർ അല്ലാത്ത മുഴകൾ, അതായത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഫോളോ അപ്പ് മാത്രം മതി. ബൈറാഡ്സ് 2 വരെ നമുക്ക് ഫോളോ അപ്പ്, റുട്ടീൻ ഫോളോ അപ്പ് മതി, വർഷത്തിലൊരിക്കൽ നോക്കിയിരുന്നാൽ മതി. 4ഉം 5ഉം പ്രശ്നക്കാരാണ്.
അത് സസ്പീഷ്യസ് ഫോർ മാലിഗ്നൻസി ആണ്. 5 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് അത് ക്യാൻസർ ആണെന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവർ ആണ് 5 ആണെങ്കിൽ. അത് നമ്മൾ സ്കാൻ മൂലം കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ക്യാൻസർ ആവാൻ പറ്റിയ മുഴകൾ, അവർക്ക് മൈക്രോ കാൽസിഫിക്കേഷൻ കാണും, പിന്നെ ബോർഡേഴ്സ് എല്ലാം വളരെ ഇറഗുലർ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഏത് നമ്പറാണ് ആ മുഴയ്ക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇത് രണ്ടിലും ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് ഈ ബൈറാറ്റ്സ് 3 എന്ന് പറയുന്നത്. 3 എന്ന് പറയുമ്പോൾ നമുക്കും ഷുവർ അല്ല ഇത് ബിനൈൻ ആണോ മാലിഗ്നൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ചാൻസ് ഫോർ മാലിഗ്നൻസി ഉണ്ട്. അത് ക്യാൻസർ ആവാനുള്ളൊരു ചാൻസ് ഉള്ള മുഴകളാണ്. എന്നാൽ നമുക്ക് ഫോളോ അപ്പ് മതി. ഒരു 6 മന്ത്ലി ഫോളോ അപ്പ് ചെയ്തിട്ട് ആ സമയത്ത് ഈ നേരത്തെ ചെയ്ത സൈസുമായിട്ട് കമ്പയർ ചെയ്യാം. സൈസ് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ബയോപ്സി എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് വർഷത്തിലൊരിക്കൽ ഫോളോ അപ്പ് ചെയ്താൽ മതി. 2 years നമുക്ക് ബൈറാറ്റ്സ് 3 ലീഷൻസിനെ ക്ലോസ് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ബൈറാറ്റ്സ് 3യിൽ തന്നെ സംടൈംസ് നമുക്ക് ഇപ്പോൾ പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററി, അമ്മയ്ക്കോ ആൻറ്റി ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ പ്രൂവൺ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ബൈറാറ്റ്സ് 3 ആണെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ തന്നെ ബയോപ്സി എടുക്കാനും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാമാണ് ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പേഷ്യൻ്റ് നമ്മളടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ബ്രസ്റ്റിൽ ഇങ്ങനെ തടിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹിസ്റ്ററി എടുക്കും. എസ്പെഷ്യലി ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ആണ്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പം എൻ്റെ അമ്മൂമ്മയുടെ ആൻറ്റിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഫാമിലി ഹിസ്റ്ററി അല്ല. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയിലെ മെമ്പേഴ്സിൽ ക്യാൻസർ ഉണ്ടോ, അവർക്ക് ഏത് വയസ്സിലാണ് വന്നത്, ഏത് തരത്തിലുള്ള ക്യാൻസറാണ് വന്നത്, ഇതെല്ലാം നോക്കി ഫാമിലി ഹിസ്റ്ററി ഡോക്യുമെൻ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ സസ്പീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ FNAC അല്ലെങ്കിൽ ബയോപ്സി ഡെഫിനറ്റ്ലി പറയാറുണ്ട്. ഇപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈറാറ്റ്സ് 4 എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞുള്ള ഒരു പേടിയും വേണ്ട. ബിക്കോസ് നമുക്ക് ബൈറാറ്റ്സ് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു ഇൻസൈറ്റ് തരുന്നൊരു കാര്യമാണ്. നമുക്ക് കുറേയൊക്കെ നമുക്കൊരു സംശയം നമുക്കപ്പോൾ ആ സമയത്ത് വരും. പക്ഷേ ഇതിൽ ഡെഫിനറ്റ് ഉത്തരം തരുന്നത് ബയോപ്സിയാണ്. അപ്പോൾ ബയോപ്സി എടുത്താൽ മാത്രമേ നമുക്കതിനെ 100% ഇന്നതാണ് പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമുക്കിപ്പോൾ ബ്രസ്റ്റിൻ്റെ ചില ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാനുലോമാറ്റസ് മാസ്റ്റൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാൻസറിനെ പോലെ നമുക്ക് ഈ മാമോഗ്രാമിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ പോലെ വരാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ബൈറാറ്റ്സ് ഇപ്പോൾ ഒരു 4 കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരു ബയോപ്സി എടുത്ത് കൺഫേം ചെയ്താലേ നമുക്കത് പൂർണ്ണമായും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഏറ്റവും നല്ല ചികിത്സയുള്ള വൺ ഓഫ് ദി ക്യാൻസേഴ്സാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ നമ്മൾ ഒരിക്കലും പേടിയല്ല, നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു അപ്രോച്ച്, അതാണ് നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ എപ്പോഴും മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യമേ ആൾക്കാർക്ക് പേടിയാണ്. മാമോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ആണ്, അപ്പോൾ അതിന് റേഡിയേഷൻ ഇല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് എപ്പോഴും. ബിക്കോസ് നമ്മുടെ സ്ക്രീനിങ് റെക്കമെൻഡേഷൻസിൽ നമുക്ക് എന്തായാലും ഇപ്പം നമുക്ക് പല പല റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ. അപ്പം പല ഗൈഡ് ലൈൻസും പറയുന്നത് ആഫ്റ്റർ 40 years ഇയർലി മാമോഗ്രാം ചെയ്യണം എന്നാണ് പറയുന്നത്. വേറെ ചില റെക്കമെൻഡേഷൻസിൽ 50 വയസ്സിന് ശേഷം 2 വർഷം കൂടുമ്പോൾ മാമോഗ്രാം ചെയ്താൽ മതി എന്ന് പറയുന്ന റെക്കമെൻഡേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ റേഡിയേഷനെ പറ്റിയുള്ള ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ എത്രമാത്രം റേഡിയേഷനാണ് ഒരു മാമോഗ്രാമിലുള്ളത്? റേഡിയേഷൻ ഡോസ് നമ്മളിപ്പോൾ ചെസ്റ്റ് എക്സ്റേ ആയിട്ട്, അതായത് നെഞ്ചിൻ്റെ എക്സ്റേ ആണല്ലോ നമ്മൾ വളരെ കോമൺ ആയിട്ട് പനി ചുമയ്ക്കൊക്കെ എടുക്കുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ചെസ്റ്റ് എക്സ്റേയുടെ റേഡിയേഷൻ ഡോസേ ഒരു മാമോഗ്രാം വ്യൂവിന് വരുന്നുള്ളൂ. എന്നാൽ നമുക്ക് മാമോഗ്രാം എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം ഈ റേഡിയേഷൻ്റെ എക്സ്പോഷർ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. റേഡിയേഷൻ്റെ റിസ്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ മാമോഗ്രാം എടുത്ത് നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മുഴ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ബെനിഫിഷ്യലാണ് കമ്പയർ ടു ദ റേഡിയേഷൻ റിസ്ക്. അതാണ് ബിക്കോസ് നമുക്ക് അതിൽ ഡോക്ടർ പറഞ്ഞൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ബിക്കോസ് എല്ലാ ക്യാൻസറിനെയും നമുക്ക് നേരത്തെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പം നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന ചുരുക്കം ക്യാൻസേഴ്സിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അതിന് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. മറ്റ് ചില ക്യാൻസേഴ്സ് നോട്ട് റിലേറ്റഡ് ടു ദ ടോപ്പിക് എന്നാലും ഒന്ന് പറയട്ടെ. നമുക്ക് സെർവൈക്കൽ ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും, കോളൺ ക്യാൻസറിനെ നേരത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇഫക്റ്റീവ് ടൂളാണ് മാമോഗ്രാം. ബിക്കോസ് ചെറിയ മുഴ വരുമ്പോഴേ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് ടൈലർ ചെയ്ത് ആ പേഷ്യൻറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ പല ആൾക്കാർക്കും മാമോഗ്രാം പേടി കാരണം അൾട്രാസൗണ്ട് മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ തന്നെ മാമോഗ്രാമിനോടൊപ്പം ചില സമയങ്ങളിൽ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് സമയത്താണ്
മാമോഗ്രാമിൻ്റെ കൂടെ അൾട്രാസൗണ്ടും കൂടെ ചെയ്യേണ്ടി വരുന്നത്? അൾട്രാസൗണ്ട് ഒരു വെരി ഗുഡ് ഇമേജിംഗ് മൊഡാലിറ്റിയാണ്, വളരെ യൂസ്ഫുൾ ആണ്. അൾട്രാസൗണ്ടും കൂടി ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ നേരത്തെ ഫിലിം കണ്ടപ്പോൾ പറഞ്ഞു, ഗ്ലാൻഡുലാർ ബ്രസ്റ്റ്, അതായത് നല്ല കട്ടിയുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ അൾട്രാസൗണ്ട് കൂടി ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. കട്ടിയുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ തൊട്ട് നോക്കുന്നതുകൊണ്ടല്ല മനസ്സിലാവുന്നത്, ഈ മാമോഗ്രാം എടുക്കുമ്പോഴാണ് അതിൽ എത്രത്തോളം ഗ്ലാൻഡുലാർ ഡെൻസിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഗ്ലാൻഡുലാർ ഡെൻസിറ്റി കൂടുതലുള്ള ബ്രസ്റ്റുകളാണെങ്കിൽ എപ്പോഴും അൾട്രാസൗണ്ട് അതിൻ്റെ കൂടെ ചെയ്തേ പറ്റുള്ളൂ. അകത്തുള്ള മുഴകളെ നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഗ്ലാൻഡ് അതിൻ്റെ ഇടയ്ക്കുള്ള മുഴകൾ മാസ്ക് ചെയ്യും. സോ അൾട്രാസൗണ്ട് മസ്റ്റാണ്. ബട്ട് ഫാറ്റി ബ്രസ്റ്റ് ആണെങ്കിലും ഇവിടെ നമ്മൾ റൊട്ടീൻലി അൾട്രാസൗണ്ട് കൂടി ചെയ്യാറുണ്ട് ഇവിടെ മാമോഗ്രാം എല്ലാ കേസുകൾക്കും. ബട്ട് ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലത്തും അത് റെക്കമെൻഡഡ് അല്ല. സ്ക്രീനിങ്ങിന് ദേ ആർ നോട്ട് ഡൂയിങ് അൾട്രാസൗണ്ട് ഓൾവേസ്. മാമോഗ്രാം മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് വിളിച്ചാണ് ആവശ്യമുള്ള കേസുകൾക്ക് അൾട്രാസൗണ്ട് എടുക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ എല്ലാവർക്കും അൾട്രാസൗണ്ടും കൂടി ചെയ്യുന്നുണ്ട്, മിസ്സാവാതിരിക്കാനായിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ യങ്ങർ ഏജ് ഗ്രൂപ്പ്സിൽ ലെസ് ദാൻ 45 ഇയേഴ്സും എപ്പോഴും അൾട്രാസൗണ്ട് ആദ്യം ചെയ്യുന്നതാണ് നല്ലത്. അൺലെസ് ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ ഗോ ഫോർ അൾട്രാസൗണ്ട്. ബിക്കോസ് നമ്മളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡെൻസ് യങ്ങർ ആകുമ്പോൾ നമ്മൾ ഡെൻസ് ബ്രസ്റ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് അൾട്രാസൗണ്ട് തന്നെയാണ് നമ്മളും. ഇപ്പോൾ ഒരു യങ് പേഷ്യൻ്റ് വരുവാണെങ്കിൽ റാദർ ദാൻ മാമോഗ്രാം നമ്മൾ അൾട്രാസൗണ്ടാണ് ചെയ്യിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ബ്രസ്റ്റിനെ ഒരു കംപ്രഷൻ കൊടുത്തിട്ടാണ്, ആ ഒരു 2 പ്ലേറ്റ് ഉണ്ട്, 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ബ്രസ്റ്റിനെ പ്ലേസ് ചെയ്ത് കംപ്രഷൻ കൊടുത്തിട്ടാണ് മാമോഗ്രാം ചെയ്യുന്നത്. അതുവഴി എക്സ്റേ കടത്തി വിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലേ മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് സമയത്ത് മാമോഗ്രാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് പേഷ്യൻറ്റിന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡിസ്ട്രസ്സിങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല. പല ആൾക്കാർക്കും സ്ക്രീനിങ്ങിന് വേണ്ടി വരും, അതായത് അവർക്ക് മുഴയില്ല പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്നറിയണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞ ഒരാഴ്ച ആകുമ്പോൾ ബ്രസ്റ്റിൻ്റെ ആ ഡെൻസിറ്റി കുറവായത് കാരണം ആ സമയത്ത് നമ്മൾ മാമോഗ്രാം എടുത്താൽ അത് അത്ര പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സംശയമുള്ള ആൾക്കാർ, വലിയ മുഴയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം ബ്രസ്റ്റിലൊരു ഈ ഇൻഫെക്ഷൻ വന്ന് നിറയുന്ന, ആപ്സസ് വന്ന് നിറയുന്ന ആ സിറ്റുവേഷൻസിലൊന്നും നമ്മൾ അങ്ങനെ മാമോഗ്രാം എടുക്കാറില്ല. നമുക്ക് അൾട്രാസൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം പേഷ്യൻസിനെ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ടൈമിംഗ് ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ മാമോഗ്രാം അങ്ങനെ ഒരു ഡിസ്ട്രസ്സിങ് പ്രൊസീജിയർ അല്ല. അപ്പോൾ ഡോക്ടർ എത്ര സമയം എടുക്കും ഈ മാമോഗ്രാം കഴിയാൻ? എല്ലാവരും ചോദിക്കും. ഇപ്പോൾ CT കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് തന്നെ റിസൾട്ട് കിട്ടില്ല. മാമോഗ്രാമിൻ്റെ റിസൾട്ട് നമുക്ക് അന്ന് തന്നെ കിട്ടുമോ? മാമോഗ്രാം പ്രൊസീജിയർ ടൈം യൂഷ്വലി ഒരു 10 to 15 minutes അത്രയേ ഉള്ളൂ. ഒരു 4 times ബ്രസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ടി വരും. ഒരു ബ്രസ്റ്റിന് 2 പ്രാവശ്യം. അപ്പോൾ മൊത്തം ഒരു 15 to 20 minutesനകത്ത് ഹോൾ പ്രൊസീജിയർ ഫിനിഷ് ആവും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ടും കൂടി ഇവിടെ റൊട്ടീനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊരു എക്സ്ട്രാ ടൈം എടുക്കും. ബട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉടനെ തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് യൂഷ്വലി നമ്മളിപ്പോൾ രാവിലെ ഒരു മാമോഗ്രാം ഒരു പേഷ്യൻറ്റിനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് റിസൾട്ട് അന്ന് തന്നെ കാണിച്ച് നമുക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ടും അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കാനായിട്ടും ഉറപ്പായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ മാമോഗ്രാം എക്സ്റേ മാമോഗ്രാം ഉണ്ട്, അതല്ലാതെ തന്നെ MR മാമോഗ്രാമും ഉണ്ട്. അപ്പം നമ്മൾ MR മാമോഗ്രാം യൂഷ്വലി നമ്മൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷനുള്ള സാഹചര്യങ്ങളിൽ MR മാമോഗ്രാം റെക്കമെൻഡ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ ജനറ്റിക് ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം പല മ്യൂട്ടേഷൻസ് കാരണം ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതിലുള്ള ഒരു മ്യൂട്ടേഷനാണ് BRCA എന്ന് പറഞ്ഞൊരു മ്യൂട്ടേഷൻ. അപ്പോൾ ഇത്തരം മ്യൂട്ടേഷൻസ് പോസിറ്റീവായിട്ടുള്ള മ്യൂട്ടൻ്റ് എല്ലാവർക്കും നമുക്ക് BRCA ഉണ്ട്. ഈ BRCAയിൽ എന്തെങ്കിലും അപാകത ഉള്ള ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എക്സ്റേ മാമോഗ്രാമും MR മാമോഗ്രാമും മാറിയാണ് എടുക്കുന്നുണ്ടാവുക. 6 മാസം കൂടുമ്പോൾ നമ്മളതിനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ് ആ സെൻസിറ്റിവിറ്റി അങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് ഏർലി ആയിട്ട് തന്നെ ക്യാൻസറിനെ പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ MR മാമോഗ്രാമിനെ പറ്റി ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ? MRI വളരെ ഒരു സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ആണ് MR മാമോഗ്രാമിന്. ബട്ട് ഒരു ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് റേഡിയേഷൻ ഡോസ് ഇല്ല. അപ്പോൾ ഡോക്ടർ ഗായത്രി പറഞ്ഞ പോലെ യങ് പേഷ്യൻസിന്
റെഗുലർ സർവൈലൻസ് വേണ്ടി വരുന്ന പേഷ്യൻസിന് ഡെഫിനറ്റ്ലി MR മാമോഗ്രാം റെക്കമെൻഡഡ് ആണ്. ബട്ട് കോസ്റ്റ് കൺസ്ട്രെയിൻസ് ഒരു ഇഷ്യൂ ആണ്. നമുക്ക് മാമോഗ്രാമിനെക്കാളും കോസ്റ്റ്ലി ആണ്. ബട്ട് റേഡിയേഷൻ ഇല്ലാത്തത് കൊണ്ട് യങ് പേഷ്യൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുകൂടാതെ തന്നെ സംടൈംസ് നമുക്ക് ബയോപ്സി നെഗറ്റീവ് ആവുന്നു. നമുക്കിപ്പോൾ ബൈറാറ്റ്സിൽ 4-5 എന്ന് പറയുന്ന സസ്പീഷ്യസ് ലീഷൻസിനൊക്കെ നമ്മൾ ബയോപ്സി എടുക്കും. ബയോപ്സി നെഗറ്റീവായി ബട്ട് സ്റ്റിൽ നമുക്ക് ഡൗട്ട്ഫുൾ ആണ്, റിപ്പീറ്റ് ബയോപ്സിയും നമുക്ക് കിട്ടുന്നില്ല, ബട്ട് പേഷ്യൻറ്റിന് പിന്നെയും ട്രീറ്റ്മെൻറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ MR മാമോഗ്രാം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെഫിനറ്റ്ലി കോൺട്രാസ്റ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിനും അത് വളരെ യൂസ്ഫുൾ ആണ്. കറക്റ്റ്. അതാണ് നമ്മൾക്കിപ്പം സസ്പീഷ്യസ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സർജിക്കൽ പ്ലാനിങ്ങിനും ഈ MR മാമോഗ്രാം പല സമയത്തും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് MR മാമോഗ്രാം എന്ന് പറഞ്ഞ് എല്ലാവരും MR മാമോഗ്രാം എടുക്കണം എന്നല്ല. ഡോക്ടറെ കണ്ട് ഡിസൈഡ് ചെയ്ത് നമുക്ക് അതിനെ ബാക്കിയുള്ള എല്ലാ റിപ്പോർട്ട്സും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം MR മാമോഗ്രാം എടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസിങ് ഫൈൻഡിങ്സും വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് MR മാമോഗ്രാം എടുക്കുന്നതാണ് എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനെ പറ്റി എന്താണ് ഡോക്ടർ ഗായത്രിയുടെ അഭിപ്രായം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്യാൻസേഴ്സിനെ മാത്രമേ സ്ക്രീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ക്രീനിങ് വഴി ഏർലി ഡിറ്റക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് മാമോഗ്രാം തന്നെയാണ്. അപ്പോൾ അത് എപ്പോൾ തുടങ്ങണം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 40 years വർഷം മാമോഗ്രാം ചെയ്യുക, വൈറൈഡ് സ്കോർ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും പറയുന്നത് പല റെക്കമെൻഡേഷൻസിൽ. വേറെ ചില റെക്കമെൻഡേഷൻസിൽ 50 വയസ്സിന് ശേഷം 2 വർഷം കൂടുമ്പോഴെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ സ്ക്രീനിങ് റെക്കമെൻഡേഷൻസിൽ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ പറയുന്നില്ല. പക്ഷേ അത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും യോജിക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ ഇന്ത്യ പോലത്തെ ഈ നമ്മുടെ രാജ്യത്ത് എല്ലാവരും മാമോഗ്രാമിന് വരാറില്ല. ഇപ്പോൾ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി. ബിക്കോസ് അത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, ആ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് നമ്മൾ ഇരുന്നും ചെയ്യണം. അതായത് ഒന്നെങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഇരുന്ന്, പ്രിഫറബിളി ഒരു മിററുടെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യണം. ബ്രസ്റ്റിൻ്റെ എല്ലാ ഭാഗവും, നിപ്പിൾ ഏരിയോളർ കോംപ്ലക്സ്, ആം പിറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാമിൻ ചെയ്യണം. അതുപോലെ കിടന്നും എക്സാമിൻ ചെയ്യണം. കിടന്നും എക്സാമിൻ ചെയ്യുമ്പം ബിക്കോസ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും തടിപ്പുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഫീൽ ഓഫ് ദി ബ്രസ്റ്റിന് വ്യത്യാസം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മിററുടെ മുന്നിൽ വെച്ചാണ് എക്സാമിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തൊലിപ്പുറത്തെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. നിപ്പിളിന് ബിക്കോസ് നിപ്പിൾ റിട്രാക്ഷൻ, നിപ്പിൾ ഉള്ളിലോട്ട് വലിയുന്ന ഒരവസ്ഥ, അതും ബ്രസ്റ്റ് ക്യാൻസറുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ മിററുടെ ഫ്രണ്ടിൽ എക്സാമിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് മോസ്റ്റ് ഓഫൺ പേഷ്യൻസ് OPയിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് കുളിക്കുമ്പോൾ ഞാൻ ഇതിന് മുഴ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ആ ഒരു സെൽഫ് എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ബ്രസ്റ്റ് സ്ക്രീനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും മാമോഗ്രാമിന് വരണം, ഓഫ് കോഴ്സ് വരണം. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്കിലും ചെയ്യണം. അപ്പം മാസത്തിൽ ഒരിക്കൽ ചെയ്യണം. അപ്പോൾ പീരിയഡ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മാമോഗ്രാം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ റുട്ടീനായിട്ട് പറയുന്ന ഒരു കാര്യം. അപ്പം നമുക്കിവിടെ ബ്രസ്റ്റ് സ്ക്രീനിങ് ക്ലിനിക് ഉണ്ട്. ബ്രസ്റ്റ് സ്ക്രീനിങ് ക്ലിനിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ ഇപ്പം പല ആൾക്കാർക്കും ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാൻ ഇപ്പോഴും ഇക്കാലത്തും ഒരു സ്റ്റിഗ്മയും പേടിയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ബ്രസ്റ്റ് സ്ക്രീനിങ് ക്ലിനിക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് സിസ്റ്റ്, എന്തെങ്കിലും സംശയം റിലേറ്റഡ് ടു അങ്ങനെ ബ്രസ്റ്റ് ഉണ്ട്, അല്ലെ പെയിൻ ഉണ്ട്, ബിക്കോസ് പീരിയഡ്സിൻ്റെ സമയത്ത് പല കുട്ടികൾക്കും ഈവൻ അഡൾട്ട്സിന് പോലും പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം അവർക്കൊരു പാനിക്കി സിറ്റുവേഷനാണ്. ബിക്കോസ് ഇപ്പം എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലെല്ലാം ബൊമ്പാർഡഡ് വിത്ത് നോളജാണ് അല്ലേ. അപ്പോൾ എന്ത് റിലേറ്റഡ് ടു ഈവൻ ഒരു സ്മോൾ ഒരു ഫറങ്കൾ വന്നപ്പോൾ പോലും പേടിച്ച് കരഞ്ഞു വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേടിയൊക്കെ കുറയ്ക്കാനായിട്ട് എന്താണ് കറക്റ്റായിട്ടുള്ള പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വി ഹാവ് എ ബ്രസ്റ്റ് സ്ക്രീനിങ് ക്ലിനിക് ഉണ്ട്. ഇറ്റ് ഈസ് ഓപ്പറേഷണൽ ഓൺ ഓൾ ഡേയ്സ്. എല്ലാ ദിവസവും നമുക്കിവിടെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി, റേഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ബ്രസ്റ്റ് സ്ക്രീനിങ് ക്ലിനിക്ക് തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിലുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ആ സ്ക്രീനിങ് റെക്കമെൻഡേഷൻസ് മനസ്സിലാക്കണം. സെൽഫ് എക്സാമിനേഷൻ, സെൽഫ് കെയർ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്രസ്റ്റ് ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താൻ ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ ബ്രസ്റ്റ് സ്ക്രീനിങ് ക്ലിനിക്ക് നമുക്കിപ്പോൾ ഇവിടെ ഫങ്ഷണലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം മാമോഗ്രാമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാമോഗ്രാമിനെ പറ്റിയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കുക,
അതിനെ നമ്മളൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Future Ready Healthcare, trusted for generations. GG Hospital.